കെമിസ്ട്രിയും ഫിസിക്സും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഭാഗമാണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പം കെമിസ്ട്രിയിൽ നമ്മൾ പ്രധാനപ്പെട്ട പോർഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിക്സിലാണെങ്കിൽ കുറേ നിയമങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സമവാക്യങ്ങൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ അളവുകൾ, തൂക്കങ്ങൾ, യൂണിറ്റുകൾ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബയോളജിയിലേക്കാണ്. ബയോളജിയിൽ നിന്നും ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ബയോളജിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡിസീസസ്, രോഗങ്ങൾ എന്നുള്ളൊരു ഭാഗം, അതുപോലെ കൃഷി, പരിസ്ഥിതി, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ നാഡീവ്യവസ്ഥ, പേശി വ്യവസ്ഥ, ഇതിൽ നിന്നൊക്കെ, അതുപോലെ ശരീരത്തിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട്, കുറച്ചുകൂടി ഫിസിക്സിനെയും കെമിസ്ട്രീനെയും വെച്ച് നോക്കുന്ന സമയത്ത് ബയോളജിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാഴ്ചശക്തിക്ക് വേണ്ട ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏതാണെന്നാണ്. ജീവകം എ, ജീവകം ബി, ജീവകം സി, ജീവകം ഡി. കാഴ്ചശക്തിക്ക് വേണ്ടത് ഏതാണ്? ജീവകം എ ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഈ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ്. ഓക്കെ, അപ്പം ഈ വൈറ്റമിൻസ് പഠിക്കുന്ന സമയത്ത് കോഡ് വെച്ചിട്ട് പഠിക്കുക. അതുപോലെ വൈറ്റമിൻസിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഇത് അതുപോലെ തന്നെ വൈറ്റമിൻ ഏത് പദാർത്ഥം അല്ലെങ്കിൽ ഏത് ഭക്ഷ്യവസ്തുവിൽ നിന്നാണ് വൈറ്റമിൻ കൂടുതൽ കിട്ടുന്നത്, അതുപോലെ വൈറ്റമിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന അസുഖം, രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാംസത്തിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അപര്യാപ്തത രോഗം അല്ലെങ്കിൽ മാംസത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ഡിഫ്തീരിയ, ക്വേഷിയോക്കർ, ബെറിബറി, മണ്ണൽ. ഇതിലേതാണ് ആൻസർ? ക്വാഷിയോക്കർ ആണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് വയറൊക്കെ ഉന്തിയിട്ടുള്ള, ഒരുപാട് നല്ല ആഹാരങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രോട്ടീൻസ് ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ക്വാഷിയോക്കർ എന്ന് പറയുന്നത്. അടുത്തത്, ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു ഏതാണ്? ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തു അയഡിൻ, മയോസിൻ, പ്രോത്രോംബിൻ, തൈറോക്സിൻ. ഇതിലേതാണ് ജീവകം കെയിൽ അടങ്ങിയിരിക്കുന്നത്? ആൻസർ പ്രോത്രോംബിൻ ആണ് കേട്ടോ. പ്രോത്രോംബിൻ ആണ് ജീവകം കെയിൽ. ജീവകം കെ എന്തിനാണ് നമ്മളെ സഹായിക്കുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കൂടിയാണ് ജീവകം കെ എന്ന് പറയുന്നത്. അടുത്തത്, ജന്തുക്കളിലൂടെ പകരുന്ന രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ ജന്തുക്കൾ ചോദിക്കാറുണ്ട്, ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ചോദിക്കാറുണ്ട്, ഫംഗസ് മൂലമുള്ള രോഗങ്ങൾ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ജലത്തിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ ഈ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, അങ്ങനെ ഒരുപാട് രോഗങ്ങൾക്ക് തന്നെ പല കാറ്റഗറീസ് ഉണ്ട്. ഓപ്ഷൻ മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡിഫ്തീരിയ, വില്ലൻ ചുമ. ഇതിലേതാണ് ജന്തുക്കളിലൂടെ പകരുന്ന രോഗം? എലിപ്പനിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതുപോലെ വില്ലൻ ചുമ, വായുവിലൂടെ പകരുന്ന രോഗമാണ് വില്ലൻ ചുമ എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്താണെങ്കിലോ, മഞ്ഞപ്പിത്തം ജലത്തിലൂടെയാണ് വരുന്നത്. അതായത് ക്ലീൻ അല്ലാത്ത സ്ഥലത്തു നിന്നുള്ള വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അടുത്തത്, ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 14, ഏപ്രിൽ 20, ഏപ്രിൽ 7, മെയ് 10. ലോക ആരോഗ്യ ദിനം ആയിട്ട് നമ്മൾ എന്നാ കൺസിഡർ ചെയ്യുന്നത്? ഏപ്രിൽ 7-നെയാണ്. ഓക്കെ, ഏപ്രിൽ 7 ആണ് ലോക ആരോഗ്യ ദിനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. തയാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? തയാമിൻ്റെ അളവ് മൂലം, അതായത് തയാമിൻ്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന രോഗം ഏതാണെന്നാണ്? പ്ലേഗ്, പോളിയോ, സ്കർവി, അതുപോലെ ബെറിബറി. ഇതിലേതാണ് തയാമിൻ്റെ അളവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം? ഏതാണ്? ബെറിബറി ആണ് കേട്ടോ. ബെറിബറി എന്ന അസുഖമാണ് തയാമിൻ്റെ അളവ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടുള്ള ഒരു അസുഖം. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന പ്രായം ഏതാണ്? ഒരു ശിശുവിൻ്റെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച ഏത് പ്രായം വരെയാണ് ഉണ്ടാകുന്നത്? 4 വയസ്സ്, 6 വയസ്സ്, 7 വയസ്സ്, 8 വയസ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 8 വയസ്സാണ് കേട്ടോ. 8 വയസ്സാണ് ശരാശരി ഒരു കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ വളർച്ച പൂർത്തിയാകുന്നത്.
അടുത്തത് താഴെ പറയുന്നവയിൽ കൊതുകുജന്യ രോഗമല്ലാത്തത് ഏതാണ്? കൊതുകുജന്യ രോഗമല്ലാത്തത്, അതായത് കൊതുക് പരത്തുന്ന രോഗത്തിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? മലമ്പനി, മന്ത്, ടൈഫോയിഡ്, ഡെങ്കിപ്പനി. അപ്പം ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? കൊതുക് മൂലമല്ലാത്തത് അല്ലേ? ടൈഫോയിഡ് ആണ് കേട്ടോ. ടൈഫോയിഡ് ആണ് കൊതുക് മൂലം അല്ലാത്തത്. മലമ്പനി, മന്ത്, ഡെങ്കിപ്പനി ഇതൊക്കെ കൊതുകുജന്യ രോഗമാണ്. അതുപോലെ ചിക്കൻ ഗുനിയ, പിന്നെ ഈ ഓരോ രോഗങ്ങളും പരത്തുന്ന കൊതുകിൻ്റെ പേരും എടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം നെഫ്രോൺ, ന്യൂട്രോൺ, ന്യൂറോൺ, ഗാംഗ്ലിയോൺ. ഇതിലേതാണ് നാഡീവ്യവസ്ഥയുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത്? ഏത് പ്രധാനപ്പെട്ട ഘടകം അല്ലേ? നമ്മുടെ നാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ന്യൂറോൺ ആണ്. ഓക്കെ, നെഫ്രോൺ എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് കാണപ്പെടുന്നത്? വൃക്കയിലാണ്. ഓക്കെ, വൃക്കയിലാണ് നെഫ്രോണുകൾ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ എന്താണ്? ന്യൂറോൺ ആണ് കേട്ടോ. ന്യൂറോൺ ആണ്. ഇനി അടുത്തത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം താഴെ പറയുന്നവയിൽ ഏതാണ്? കടുവ, കരിങ്കുരങ്ങ്, വരയാട്, സിംഹവാലൻ കുരങ്ങ്. ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ നമ്മുടെ പശ്ചിമഘട്ട മലനിരയിൽ വരുന്ന ഒരു ബയോ റിസർവ് ആണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. അവിടെ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മൃഗം എന്ന് പറയുന്നത് സിംഹവാലൻ കുരങ്ങാണ് കേട്ടോ. സിംഹവാലൻ കുരങ്ങുകളാണ്. ഇനി അടുത്തത് ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉരകങ്ങളുടെ സുവർണ കാലഘട്ടം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് ഏതാണെന്നാണ്? പ്രോട്ടോസോയിക് കാലഘട്ടം, മിസോസോയിക് കാലഘട്ടം, പാലിയോസോയിക് കാലഘട്ടം, സീനോസോയിക് കാലഘട്ടം. അപ്പം ഇതിൽ മിസോസോയിക് കാലഘട്ടമാണ് ഉരകങ്ങളുടെ സുവർണ കാലഘട്ടമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മിസോസോയിക് കാലഘട്ടം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് സിംഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? സിംഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി, സാൽമോണല്ല ടൈഫോസ, പ്ലൂറോന്യൂമോണിയ, ട്രെപ്പാനിമ പല്ലേഡിയം. ഇതിലേതാണ് സിംഫിലിസ് രോഗത്തിന് കാരണമാകുന്ന രോഗകാരി? ആൻസർ ട്രെപ്പോനിമ പല്ലേഡിയം ആണ് കേട്ടോ. ട്രെപ്പോനിമ പല്ലേഡിയം ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജൊഹാൻസൺ, ലാമാർക്ക്, ഹർഗോവിന്ദ് ഖൊരാന, ഗ്രിഗർ ജോൺ മെൻഡൽ. ഇതിൽ ആൻസർ വരുന്നത് ജൊഹാൻസൺ ആണ് കേട്ടോ. ജൊഹാൻസൺ ആണ് ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ മന്ത്, മലമ്പനി, പേവിഷബാധ, വട്ടച്ചൊറി. ഫംഗസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ കേടായി കഴിഞ്ഞാൽ നമ്മളൊരു പൂപ്പൽ പോലെ കാണും. അതുപോലെ തന്നെ പല ഈ ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ഈ ഒരു കേടായ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്? മന്ത്, മലമ്പനി, പേവിഷബാധ, വട്ടച്ചൊറി. അപ്പോൾ ഈ ഓരോ ചില ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് ഒരു സാമ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എക്സാമിന് പഠിക്കുന്ന സമയത്തും ഇതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന 2 ഓപ്ഷൻസ് വെച്ചിട്ട് ബാക്കി ഓപ്ഷൻസ് ഡിഡക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ആൻസറിലോട്ട് എത്താനുള്ള ചാൻസസ് കൂടും. ഓക്കെ, അപ്പോൾ ഇതിൽ പേവിഷബാധ എന്തായാലും വരത്തില്ല. അടുത്തത് മന്ത്, മലമ്പനി, പേവിഷബാധ, വട്ടച്ചൊറി. വട്ടച്ചൊറിയാണ് കേട്ടോ കറക്റ്റ് ആൻസർ. അടുത്തത് ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം. ഹൃദയം, ശ്വാസകോശം, അതുപോലെ തന്നെ ബ്ലഡ്, ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ, അതുപോലെ തന്നെ വൃക്കകൾ, കരൾ, ഇത്രയും പോർഷൻസ് ഹ്യൂമൻ ബോഡി പാർട്ടിലെ ഇത്രയും ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം താഴെ പറയുന്നവയിൽ ഏതാണ്? മെനിഞ്ചസ്, പ്ലൂറ, പെരികാർഡിയം, കോശസ്തരം. അതിൽ ആൻസർ പെരികാർഡിയം ആണ് കേട്ടോ. പെരികാർഡിയം ആണ് ഹൃദയത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറും ഹൃദയമാണ് കേട്ടോ. ഹൃദയമാണ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിക്കാത്ത അവയവം. അടുത്തത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്.
ഏതാണ്? HNO3, HCl, HaSO4, CaCO3. ഇതിൽ ഏതാണ് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തു അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം ഏതാണ് ആസിഡ്? HCl ആണ് കേട്ടോ. ആസിഡുകളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും HCl ആണ്. ഇപ്പോൾ HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് HCl. അപ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HCl ആണ്. അടുത്തത്, കാണ്ഡത്തിൽ ആഹാരം സംരക്ഷിച്ചു വെക്കുന്ന ഒരു സസ്യം. കാണ്ഡത്തിൽ ആഹാരം സംരക്ഷിച്ചു വെക്കുന്ന ഒരു സസ്യം. ഓപ്ഷൻസ്: കരിമ്പ്, മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്. ഓക്കെ, ഇപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. കാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ കാണ്ഡത്തിൻ്റെ ഇതുപോലെ തന്നെ ഈ ഒരു സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മളെ സസ്യകോശങ്ങളുമായിട്ട് പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, അതുപോലെ കോളൻ കൈമ, അതൊക്കെ എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ കാണ്ഡങ്ങൾ അല്ലെങ്കിൽ വേരുകളുമായിട്ട് വരും, തായ് വേര്, നാരുവേര്, അതുപോലെ വേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിൽ സ്ക്ലീറൻ കൈമ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കാഠിന്യമുള്ള, എക്സാമ്പിൾ ചിരട്ടയൊക്കെ പറയാം നമുക്ക്, ഏറ്റവും നമ്മുടെ ഈ സസ്യങ്ങൾക്ക് വളരെ കാഠിന്യം അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കോശമാണ് ഇത് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാറ്റത്ത് ഒടിഞ്ഞു പോവാതെ അതിനെ സംരക്ഷിക്കുന്നത് കോളൻ കൈമയാണ്. ഓക്കെ, കോളൻ കൈമയാണ്. അതുപോലെ ഏറ്റവും മൃദുവായിട്ടുള്ള ഭാഗം കൊടുക്കുന്നതാണ് പാരൻ കൈമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാണ്ഡത്തിൽ ആഹാരം സംരക്ഷിച്ച് വെക്കുന്ന ഒരു സസ്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ കരിമ്പാണ് കേട്ടോ. കരിമ്പാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ ഏതാണ്? പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്ര ശാഖ: ഓങ്കോളജി, ഓസ്റ്റിയോളജി, ഓട്ടോറിംഗോളജി, ഓർണിത്തോളജി. ഓക്കെ, ഇതിലേതാണ് കറക്റ്റായിട്ട് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ? ഇതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഹൃദയത്തിൻ്റെ, വൃക്കയുടെ, നാഡീവ്യവസ്ഥയുടെ, പേശീവ്യവസ്ഥയുടെ, അതുപോലെ തന്നെ കാർഷിക, പല ഏരിയസിൽ നിന്നും ഇതുപോലുള്ള സ്റ്റഡി ബ്രാഞ്ച് ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ ആൻസർ ഓർണിത്തോളജിയാണ് കേട്ടോ. ഓർണിത്തോളജിയാണ്. ബാക്കി മൂന്നും വരുന്നത് മനുഷ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ശരീരവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഓർണിത്തോളജിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, DNA കണ്ടുപിടിച്ചത് ആരാണ്? ഇപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു, ജീൻ കണ്ടുപിടിച്ചത് ആരാന്ന്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് DNA കണ്ടുപിടിച്ചത് ആരാണ്? ഗ്രിഗർ മെൻഡൽ, ഫ്രാൻസിസ് ക്രിക്ക്, ജെയിംസ് വാട്സൺ, ഫെഡറിക് മിഷൻ. ആരാണ് DNA കണ്ടുപിടിച്ചത്? ഫെഡറിക് മിഷൻ ആണ് കേട്ടോ. ഫെഡറിക് മിഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്തത്, ഏതു വിറ്റാമിൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടികളിൽ കണ അഥവാ റിക്കറ്റ്സ്? ഇവിടെ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. കണ എന്ന രോഗത്തിൻ്റെ മറ്റൊരു പേരുണ്ട്. അതുപോലെ തന്നെ ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കണ എന്ന അസുഖം വരുന്നത്? അതുപോലെ തന്നെ ഈ കണ എന്ന അസുഖത്തിൻ്റെ ഡെഫിഷ്യൻസി ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതാണെന്നുള്ളതും ചോദിക്കും. 3 തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഇവിടുന്ന് ചോദിക്കാം. വിറ്റാമിൻ എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ B6. അപ്പം ഇതിൽ ആൻസർ വരുന്നത് വിറ്റാമിൻ ഡി ആണ് കേട്ടോ. ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടാണ് കണ അഥവാ റിക്കറ്റ്സ് എന്നുള്ള അസുഖം വരുന്നത്. പ്രായം കൂടിയ ആളുകളിൽ ഇത് പേശി വേദന ഈ ഒരു വിറ്റമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു വൈറ്റമിൻ കിട്ടുന്നത്. ഓക്കെ, അടുത്തത്, ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാണ്? കോക്കസ്, ബാസിലസ്, സ്പെറില്ലം, ഇതൊന്നുമല്ല. ഓക്കെ, അപ്പം ന്യൂമോണിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഇതുപോലെ തന്നെ. അപ്പം ഇതിൻ്റെ ഓപ്ഷൻസ് ഇതൊന്നുമല്ല. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഇതുപോലുള്ള അസുഖങ്ങൾ, ഇപ്പം നമ്മൾ ഫംഗസ് കണ്ടു, അതുപോലെ തന്നെ ബാക്ടീരിയനെ കണ്ടു, അതുപോലെ തന്നെ അല്ലാത്ത തന്നെ നമ്മുടെ ജീവജാലങ്ങൾ, ഇപ്പോൾ കൊതുക്, നേരത്തെ എലിപ്പനി കണ്ടു, അതുപോലെ തന്നെ ജലങ്ങൾ, എല്ലാം ഈ ഒരു ഡിസീസസ് എന്നുള്ള പാർട്ടിൽ നിന്ന് കുറേ സെക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബയോളജിയിൽ നിന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി
ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആസ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ മാക്സിമം പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സെക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് നോക്കി ആദ്യം പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം ഇന്നെടുത്ത ഈ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്നുള്ള വിചാരിക്കുന്നു. താങ്ക് യു.